ശരിക്കും ധനികരാരാണ്? അവനവൻ്റെ ഭക്ഷണം തന്നെത്താൻ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നവർ, സ്വന്തം കാര്യങ്ങൾ തന്നെത്താൻ ചെയ്യാൻ സാധിക്കുന്നവരാണ് ധനികർ. സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ എത്രത്തോളം മറ്റുള്ളവരെ ആശ്രയിക്കുന്നോ അത്രയും ദാരിദ്ര്യമുള്ളവരാണ്. അതിൻ്റെ സമ്പത്തെന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ നിയന്ത്രിക്കുകയോ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവനല്ല സമ്പന്നൻ. സമ്പന്നൻ എന്ന് പറയുന്നവൻ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെത്താൻ ചെയ്യാൻ സാധിക്കുന്നവനാണ് സമ്പന്നൻ. അവനെ സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ. അവൻ മാത്രമേ ജീവിതം ആസ്വദിക്കത്തുള്ളൂ. കാരണം അവന് വ്യക്തമായിട്ടറിയാം ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഒരുപാട് പേരെ നിയന്ത്രിച്ച് കുറേ കാശ് സമ്പാദിച്ചാൽ സമ്പന്നനാവുമോ? ഇല്ല, സമ്പന്നനാകത്തില്ല. കാശ് സമ്പാദിച്ചാൽ കാശ് സൂക്ഷിക്കുന്ന ഒരു കാവൽക്കാരനാവും. അവൻ വെറും ഒരു സെക്യൂരിറ്റി പണിയാണ് അവൻ ചെയ്യുന്നത്. അതുകൊണ്ട് അവന് സ്വസ്ഥതയില്ല. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാശുള്ളവൻ്റെ അവസ്ഥ എന്താണ്? അവനൊരിക്കലും നേരമില്ല. മനുഷ്യരോട് സംസാരിക്കാൻ നേരമില്ല, മനുഷ്യരോട് സഹകരിക്കാൻ നേരമില്ല. അവനെപ്പോഴും കാശുണ്ടാക്കുന്ന ചിന്തയാണ്. എൻ്റെ കാശിൻ്റെ സംരക്ഷകനാണ്. അങ്ങനെയുള്ളവർ വർദ്ധിച്ചു വരുമ്പോൾ സമൂഹത്തിൽ കള്ളന്മാരുണ്ടാവും, യുദ്ധമുണ്ടാവും, രോഗമുണ്ടാവും. മനുഷ്യസ്നേഹികൾ ഉണ്ടാകില്ല, മനുഷ്യസ്നേഹികൾ ഉണ്ടാകത്തില്ല. കാരണം കാശിനെ സ്നേഹിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. കാശിനെ സ്നേഹിക്കുമ്പോൾ കാശ് കൊണ്ട് എന്തെല്ലാം ചെയ്യാവുന്നുള്ള ഭാഗം വരും. കാശ് കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള കഷ്ടപ്പാടിലായിരിക്കും. പക്ഷെ ജീവൻ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളവർ ഒരിക്കലും അക്രമാസക്തരാകത്തില്ല. അവർക്ക് വാശി ഉണ്ടാകില്ല, വൈരാഗ്യം ഉണ്ടാകില്ല, വിദ്വേഷം ഉണ്ടാകില്ല, വെറുപ്പുണ്ടാകില്ല. പക്ഷെ കാശുള്ളവർക്ക് വാശി ഉണ്ടാകും, വൈരാഗ്യം ഉണ്ടാകും, വിദ്വേഷം ഉണ്ടാകും, വെറുപ്പുണ്ടാകും. ജീവനുമായിട്ട് സമ്പർക്കമുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകുകയില്ല. അപ്പോൾ കാശല്ല നമ്മളുടെ ആവശ്യം, ജീവനാണ് നമ്മളുടെ ആവശ്യം. ജീവനെ കൈകാര്യം ചെയ്യുന്നവർക്ക് കാശുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല. അവൻ കാശ് കൊണ്ട് ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല. അവൻ കാശ് കൊണ്ടും മറ്റുള്ളവർക്ക് ആശ്വാസം ഉണ്ടാക്കാൻ തുടങ്ങും. ഒരു സംശയവും വേണ്ട. പക്ഷെ കാശൊരു വിഷയമല്ല, ജീവനൊരു വിഷയമാണ്. ജീവനെ മര്യാദക്ക് അറിഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര വലിയ വിഷയമാണ്. ജീവനെ അറിയാത്തതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുരന്തത്തിനും കാരണം. ജീവനെ അറിഞ്ഞു നോക്ക്. ജീവനെ അറിയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ഏറ്റവും സൂപ്പറാണ്. ഒരു സ്ത്രീയുടെ ശരീരമല്ലേ നമ്മുടെ ശരീരം അല്ലേ? സ്ത്രീയല്ലേ ശരീരം ഉണ്ടാക്കി തന്നത്? വേറെ ആർക്കാണ് ശരീരം ഉണ്ടാക്കാനുള്ള കഴിവുള്ളത്? സ്ത്രീയാണ് ശരീരം ഉണ്ടാക്കി തന്നത്. സ്ത്രീയുമായിട്ടുള്ള നല്ല ബന്ധമാണ് ജീവിതത്തിൻ്റെ നല്ല വശങ്ങൾ തുറന്നു തരുന്നത്. നമുക്ക് ദൈവമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട്. സ്ത്രീയുടെ സാന്നിധ്യം നമുക്ക് വ്യക്തമായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നു. സ്ത്രീയുടെ സാന്നിധ്യത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ ഉത്തേജനം ഉണ്ടായത്. ആ ഉത്തേജനത്തിൽ നിന്നാണ് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടത്. ആ ബന്ധം ഒരു സമ്പന്നമായിട്ടുള്ള ബന്ധമാണ്. അതിൽ ദാരിദ്ര്യം കൊണ്ടുവരരുത്. ആ ബന്ധം നിരന്തരം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആഹാ, ജീവിതം ഒരു ഒന്നൊന്നര ജീവിതമാണ്. അത് ആസ്വദിക്കാൻ പറ്റുന്ന കാര്യത്തിൽ ആർക്കും തടസ്സം കൊണ്ടുവരാൻ പറ്റത്തില്ല. രാജ്യത്ത് എന്ത് നിയമം ഉണ്ടാകുന്നു, പക്ഷേ ജീവൻ്റെ നിയമം അതിനൊരിക്കലും കോട്ടം നിൽക്കുന്നില്ല. ജീവൻ്റെ നിയമം എന്നും സുതാര്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വേണോ? നിങ്ങൾക്ക് നിങ്ങളോട് താല്പര്യമുണ്ടോ? സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് താല്പര്യം നിങ്ങളോടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് ജീവിക്കാനുള്ള അവസരം നിങ്ങളുടെ ഉള്ളിലാണുള്ളത്. പുറമേ അന്വേഷിക്കേണ്ട. അന്വേഷണം ഉള്ളിലാണെങ്കിൽ ജീവിതം എന്നും സ്വസ്ഥമായിരിക്കും. ഒരു സംശയവും വേണ്ട.